യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാമത് വചനം. നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടു കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കട്ടെ എന്ന വചനമാണ്. ഈ വാക്യത്തിനുള്ളിലും നാം അനുവർത്തിക്കേണ്ടതും നാം ശ്രദ്ധിക്കേണ്ടതുമായൊരു കാര്യം, നമ്മുടെ വാക്കുകൾ ഒക്കെയും കൃപയോടു കൂടിയതായിരിക്കുന്നു എങ്കിൽ മാത്രമേ അത് നന്മയുടെ വാക്കുകളായി പരിണമിക്കുകയുള്ളൂ എന്ന പ്രസ്താവനയാണ്. കർത്താവായ യേശുമശിഹ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തുന്നതായൊരു പദം മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യത്തിലുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്തും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. കൃപയില്ലാത്ത, കാഴ്ചപ്പാടില്ലാത്ത, വീണ്ടുവിചാരമില്ലാത്ത ഒരു മനുഷ്യൻ്റെ വാക്ക് എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ, ഏറ്റവും സ്വാദുള്ളതായ ഒരാഹാരം പാകം ചെയ്യുമ്പോൾ അതിൻ്റെ സ്വാദ് പൂർണ്ണമാകുവാൻ വേണ്ടി കാരമുള്ള ഉപ്പ് അതിൽ ഇടുന്നതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിനകത്ത് താൻ പറയുന്ന ഓരോ വാക്കുകൾക്കകത്തും കൃപയുണ്ടെങ്കിൽ മാത്രമേ അത് നന്മയായി ഭവിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിനകത്ത് മുഴുവനായി ഓർമ്മപ്പെടുത്തുന്ന പദങ്ങൾ, നാവ് ഒരു ചെറിയ അവയവമാണ് എങ്കിലും അത് വലിയ കാട് കത്തിക്കുന്നു എന്നുള്ള ആശയമാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നാം പറയുന്ന ഏതൊരു വാക്കിനാലും നാം വിസ്തരിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്നും ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നെങ്കിൽ, നാം പറയുന്നതിനു മുൻപ് നാം പറയാൻ പോകുന്ന വിഷയത്തെ സംബന്ധിച്ച് നന്നായി ചിന്തിക്കുകയും ആലോചിക്കുകയും ആ നിലയിലൊരു തീരുമാനമെടുത്താനന്തരം നാം കാര്യങ്ങളിൽ സംസാരിക്കുകയും ചെയ്യുന്നു എങ്കിൽ മാത്രമേ അത് നന്മയായി ഭവിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം എന്തെങ്കിലുമൊക്കെ പറയുന്നവരോ എങ്ങനെയെങ്കിലുമൊക്കെ പറയുന്നവരോ ആയിട്ടല്ല, നമ്മുടെ ഓരോ വാക്കുകളും കൃപയോടുകൂടിയതായിരിക്കുകയും അതൊരു കറിക്ക് ഉപ്പുകൊണ്ട് ടേസ്റ്റാക്കുന്നത് പോലെ ആ വാക്കുകൾ മറ്റുള്ളവർക്ക്
സന്തോഷമുള്ളതായി തീരുന്നതിനും വേണ്ടി നമ്മെ സമർപ്പിക്കുകയും ആ നിലയിൽ സംസാരിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ഓരോ വാക്കുകളും മറ്റുള്ളവരെ മുറിപ്പിക്കുന്നതും മുറിപ്പെടുത്തുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമായി തീരാതെ മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകുന്നതായി തീരത്തക്ക തലത്തിൽ കൃപയോടുകൂടിയ വാക്കുകൾ പറയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.